വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കറി വെക്കാനായി അരിഞ്ഞെടുക്കുന്ന ചേരുവകളെല്ലാം കൂടെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് വളരെ സിമ്പിളായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 2 വലിയ സവാള കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇനി കറി വെക്കാനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഞാനിവിടെ അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. സവാളയിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. തീ കൂട്ടി വെച്ച് വഴറ്റിയെടുക്കരുത്. ഇപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ കൂടെ ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടണം. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവിൻ പാല് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ തേങ്ങാപ്പാലിനെ ഇളക്കിയെടുത്ത് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയതിന് ശേഷം നടു കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കറി നല്ല പോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഈ കറിയിലേക്ക് മുട്ടയുടെ ഫ്ലേവറൊക്കെ നല്ല പോലെ ഇറങ്ങാനായിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെക്കുക. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് കറി പാകത്തിന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് പകരം പശുവിൻ പാലാണ് ഒഴിക്കുന്നത് എങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് ഉണ്ടാവുക. കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഏതൊരു കറിയും പോലെ തന്നെ കുറച്ച് സമയം അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി എഗ്ഗ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ട, പത്തിരി, ചപ്പാത്തി തുടങ്ങി എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.